ഓണാഘോഷത്തിന് നടത്തുന്ന സ്പൂണിൽ നാരങ്ങ വെച്ചുള്ള വോട്ടത്തിൽ വിജയിക്കുന്നവർ പരാജയപ്പെടുന്നവരെ കളിയാക്കരുത് എന്ന ഒരു കൊച്ചുകുട്ടിയുടെ മത്സര നിബന്ധന സാംസ്കാരിക കേരളം സ്വീകരിച്ചത് നിറ കയ്യടികളോടെയായിരുന്നു. ആ കൊച്ചുകുട്ടിയെ അഭിനന്ദിക്കുന്നതിലും പ്രശംസിക്കുന്നതിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മത്സരത്തിലായിരുന്നു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരും കുട്ടിയെ പ്രശംസ കൊണ്ട് പൊതിഞ്ഞു. ഷംസീർ അധ്യക്ഷനായ നിയമസഭാ സമ്മേളനത്തിൽ അതേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ തൊട്ടു ചേർന്ന് നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കാലഘട്ടത്തിന് നിരക്കാത്ത ഉപമ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ അപഹാസ്യ പരാമർശത്തെ ഒന്നടങ്കം കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു ഭരണപക്ഷം. രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കൊണ്ടാകും ഇന്നിതാ മറ്റൊരു MLA കൂടി അംഗപരിമിതരെ ആക്ഷേപിച്ചിരിക്കുന്നു. പി ചിത്തരഞ്ജൻ. ആ കൊച്ചുകുഞ്ഞിൻ്റെ യുക്തിബോധം പോലുമില്ലേ നമ്മുടെ നിയമസഭാ സാമാജികർക്ക്? സമത്വവും തുല്യതയും നാടുനീളെ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് ഈ വിരോധാഭാസം എങ്ങനെയുണ്ടാകുന്നു? കുറഞ്ഞ പക്ഷം ആ കമ്മ്യൂണിസ്റ്റ് വേദികളിൽ ഉയർന്നു കേൾക്കുന്ന ഗാനത്തിലെ വരികളെങ്കിലും ഒന്ന് ഓർമ്മിക്കാമായിരുന്നു. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേർ വിളിച്ചതാണ് മാർക്സിസം. മാർക്സിസത്തിൻ്റെ മൂല്യങ്ങളും സമഭാവനയും പാർട്ടി ക്ലാസുകൾക്ക് പുറത്തും വിളമ്പുന്ന MV ഗോവിന്ദൻ സഖാവെങ്കിലും നേതാക്കളെ തിരുത്തിക്കാൻ തയ്യാറാകുമോ? അതോ ധർമ്മപുരാണത്തിലെ രാജാവിൻ്റെ കീഴ്വായുവിനെ സുഗന്ധമെന്ന് പുകഴ്ത്തിയതുപോലെ വാഴ്ത്തുപാട്ടുകൾ തുടരുമോ?